നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. കള്ളാടിയിൽ റിസോർട്ടിലെ ഹട്ട് തകർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. 16 പേരുണ്ടായിരുന്ന സംഘത്തിൽ തങ്ങളുടെ മകൾ മാത്രം എങ്ങനെ മരിച്ചുവെന്ന് കുടുംബം. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മരിച്ച നിലമ്പൂർ അകമ്പാടം സ്വദേശിനി നിഷ്മയുടെ മാതാപിതാക്കൾ. കൊളവയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കോടതി ഉത്തരവിനെ തുടർന്ന് ട്രയൽ റൺ നടത്താനെത്തിയ പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. വർഷങ്ങളായി തങ്ങൾക്ക് ദുരിതമാകുന്ന പ്ലാന്റിൽ ട്രയൽ റൺ നടത്തേണ്ട ആവശ്യമില്ലെന്ന് ജനകീയ സമിതി. കോടതി ഉത്തരവ് നടപ്പാക്കി പോലീസ്. ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതി മാതൃകാ വീടിന്റെ കോൺക്രീറ്റ് പൂർത്തീകരിച്ചു. പ്രധാന ഘട്ടം പൂർത്തീകരിച്ചത് 1 മാസം കൊണ്ട്. 140 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾക്കും തുടക്കമായി. ഡിസംബറിനകം മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. വള്ളിയൂർക്കാവ് ചന്ത മുറികളുടെ ലേലം നടപടികൾ ആരംഭിച്ചു. കെട്ടിടങ്ങളുടെ പരസ്യലേലം ഈ മാസം 27-ന് ക്ഷേത്രം ഓഫീസിൽ. ലേലം നടക്കുക ഉത്സവം നടക്കുന്ന മാർച്ച് മാസത്തിൽ കെട്ടിടങ്ങൾ ദേവസ്വത്തിന് തന്നെ നൽകണമെന്ന വ്യവസ്ഥയോടെ. ബത്തേരി താളൂർ റോഡ് നവീകരണം അവസാന ഘട്ടത്തിൽ. ഇനി ടാറിംഗ് പൂർത്തിയാകാനുള്ളത് 8 കിലോമീറ്റർ റോഡിന്റെ 400 മീറ്റർ മാത്രം. നവീകരണം പൂർത്തിയാകുന്നതോടെ വർഷങ്ങൾ നീണ്ട യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. കള്ളാടിയിൽ റിസോർട്ടിലെ ഹട്ട് തകർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത്. 16 പേരുണ്ടായിരുന്ന സംഘത്തിൽ തങ്ങളുടെ മകൾ മാത്രം എങ്ങനെ മരണപ്പെട്ടു എന്ന് കുടുംബം ചോദിക്കുന്നു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മരണപ്പെട്ട നിലമ്പൂർ അകമ്പാടം സ്വദേശിനി നിഷ്മയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. നിഷ്മയുടെ മാതാവ് ജസീലയാണ് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് രംഗത്ത് വന്നത്. കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ ആർക്കും തന്നെ പരിക്കേൽക്കാത്തത് സംശയാസ്പദമാണെന്ന് ജസീല പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് എമറാൾഡ് 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിലെ ടെന്റ് തകർന്നു വീണ് നിലമ്പൂർ അകമ്പാടം സ്വദേശിനി നിഷ്മ മരണപ്പെട്ടത്. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെന്റാണ് തകർന്നു വീണത്. കാലപ്പഴക്കം കാരണമാണ് ടെന്റ് തകർന്നു വീണതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസിക്കാൻ അനുമതി ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് മാതാവ് ഉയർത്തുന്നത്. കേസിൽ റിസോർട്ട് ജീവനക്കാരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ബന്ധുക്കൾ സംശയം ഉന്നയിച്ച സാഹചര്യത്തിൽ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് സാധ്യതയുണ്ട്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കൊളവയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ട്രയൽ റൺ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് നാട്ടുകാർ. കോടതി ഉത്തരവിനെ തുടർന്നാണ് ട്രയൽ റൺ നടത്താൻ പോലീസ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. എന്നാൽ വർഷങ്ങളായി തങ്ങൾക്ക് ദുരിതമാകുന്ന പ്ലാന്റിൽ ട്രയൽ റൺ നടത്തേണ്ട ആവശ്യമില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തത്. ഒടുവിൽ കോടതി ഉത്തരവ് നടപ്പിലാക്കി പോലീസ്. പ്ലാന്റിനെതിരെ 3 വർഷമായി ജനകീയ സമിതി സമരരംഗത്തുണ്ട്. ജനകീയ സമിതി കൂടിൽകെട്ടി സമരം ഉൾപ്പെടെ നടത്തിയിരുന്നു. കോടതി ട്രയൽ റൺ നടത്താൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പോലീസ് ഉൾപ്പെടെ സംഘം സ്ഥലത്തെത്തിയത്. ഏതാനും നാളുകളായി പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ട്രയൽ റൺ നടത്താൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു ജനകീയ സമിതി. കാരണം വർഷങ്ങളായി ഈ പ്ലാന്റ് കൊണ്ട് തങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് പോലീസുകാരായിട്ട് സമാധാനമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് എൻ്റെ ചെസ്റ്റിനിട്ട് തള്ളി 2 പോലീസുകാരത്തികൾ കൂടി വന്നിട്ട് 2 കൈയിലും പിടിച്ച് 2 കാലിലും ചവിട്ടി എൻ്റെ നഖമെല്ലാം പൊളിഞ്ഞ് ഭീകരമായ അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം എല്ലാ അമ്മമാർക്കും പെങ്ങന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ നല്ല പരിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക്, ഒരു ഷൈജൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ പോലീസുകാരും ഈ ഉദ്യോഗസ്ഥന്മാരും കൂടെ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മണം കൊണ്ട് സഹിക്കാൻ വയ്യ, ഇപ്പോൾ പോലീസുകാരെ കൊണ്ട് സഹിക്കാൻ വയ്യാണ്ടായി.
ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സഹിക്കാൻ പറ്റും. 2 വണ്ടി സ്ഥലത്ത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുൾപ്പെടെ വൻ പോലീസ് സന്നാഹമാണ് ക്യാമ്പ് ചെയ്തിരുന്നത്. സ്ഥലത്തേക്കെത്തിയ 2 ലോഡ് അറിവ് മാലിന്യം നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം മറികടന്ന് പോലീസ് അകമ്പടിയോടെ ട്രയൽ റണ്ണിനായി പ്ലാന്റിനകത്തേക്ക് ഉദ്യോഗസ്ഥർ കടത്തിവിട്ടു. സ്ഥലത്ത് ചെറിയ തോതിൽ വാക്കുതർക്കമുണ്ടായെങ്കിലും കോടതി ഉത്തരവ് പോലീസ് നടപ്പാക്കുകയായിരുന്നു. മലനാട് ന്യൂസ്, മുട്ടിൽ. ചൂരൽമല മുണ്ടക്കൈ ടൗൺഷിപ്പ് പദ്ധതിയിലെ മാതൃകാ വീടിന്റെ കോൺക്രീറ്റ് പൂർത്തീകരിച്ചു. 1 മാസം കൊണ്ടാണ് വീട് നിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടം പൂർത്തീകരിച്ചത്. 140 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. കൂടുതൽ തൊഴിലാളികളെ പാർപ്പിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കി. ഡിസംബറിനകം തന്നെ മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അറിയിച്ചു. ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന മാതൃകാ വീടിന്റെ കോൺക്രീറ്റ് പൂർത്തീകരിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച് 35-ാം ദിവസമാണ് മാതൃകാ വീടിന്റെ പ്രധാന ഘട്ടം പൂർത്തീകരിക്കുന്നത്. ഡിസംബറിനകം മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ചീഫ് ഓപ്പറേഷൻ ഓഫീസർ അരുൺ ബാബു പറഞ്ഞു. നമ്മളിപ്പം ഇതൊരു മോഡൽ ഹൗസിൻ്റെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ ചെറിയ ചെറിയ ഇപ്പം ഈ ഇലക്ട്രിക്കൽ കണ്ട്യൂട്ട്സ് ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകാമെന്നുള്ള ഒരു റിവ്യൂ ആണ് ഇതിലൂടെ നടക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഇന്ന് ടോപ്പ് സ്ലാബ് ഇന്ന് കാസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഇപ്പോൾ പാരലി തന്നെ നമ്മൾ ഫസ്റ്റ് സോൺ, അതായത് 140 വീടുകളുടെ പ്രവൃത്തികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സ്കവേഷൻ തൊട്ട് ഫൗണ്ടേഷൻ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഇനി സ്പീഡ് കൂട്ടാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. 5 സോണുകളായി തിരിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. നിലവിൽ സോൺ 1-ലെ പ്രവർത്തനങ്ങളാണ് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. സോൺ 1-ൽ 99 വീടുകളാണ് ആദ്യഘട്ടത്തിൽ തയ്യാറാവുക. ഇതിൽ 7 സെന്റ് വീതമുള്ള 60 പ്ലോട്ടുകൾ തിരിക്കുകയും 27 വീടുകൾക്കായി ഫൗണ്ടേഷൻ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ജീവനക്കാരെ എത്തിച്ച് എളുപ്പത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അറിയിച്ചു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വള്ളിയൂർക്കാവ് ചന്തയുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നോടിയായി മുറികളുടെ ലേലം നടപടികൾ ആരംഭിച്ചു. ഈ മാസം 27-നാണ് ക്ഷേത്രം ഓഫീസിൽ വെച്ച് കെട്ടിടങ്ങളുടെ പരസ്യലേലം നടക്കുക. ഉത്സവം നടക്കുന്ന മാർച്ച് മാസത്തിൽ കെട്ടിടങ്ങൾ ദേവസ്വത്തിന് തന്നെ നൽകണമെന്ന വ്യവസ്ഥയോടെയാണ് ലേലം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്ക് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ വള്ളിയൂർക്കാവിലെത്തി. 2022 നവംബറിലാണ് വള്ളിയൂർക്കാവിൽ ടൂറിസം വകുപ്പ് നിർമ്മിച്ച ആഴ്ചചന്ത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. 2.5 വർഷം പിന്നിട്ടിട്ടും കെട്ടിടം പ്രവർത്തിക്കാത്തത് സർക്കാർ ഏജൻസികൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഈ മാസം തന്നെ ചന്ത തുടങ്ങാൻ ധൃതി പിടിച്ച് തീരുമാനിച്ചത്. നേരത്തെ വള്ളിയൂർക്കാവ് ദേവസ്വം ബോർഡ് വിഭാവനം ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി ഹോട്ടലുകൾ, കരകൗശല ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് മുറികൾ വിട്ടു നൽകും. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് കമ്മീഷണർ വള്ളിയൂർക്കാവിൽ ട്രസ്റ്റിമാരുമായും ജീവനക്കാരുമായും ചർച്ച നടത്തി. അന്ന് നമ്മളെടുത്തത് നിർമ്മാണ ഘട്ടത്തിൽ നമ്മുടെ തീരുമാനം വരുന്ന സാഹചര്യം ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം വ്യത്യാസമുണ്ട്. വയനാട് ഒരുപാട് മാറി, വള്ളിയൂർക്കാവ് ഒരുപാട് മാറി. ഇവിടെ തന്നെ ഒരുപാട് കടകളും അന്നത്തെ രീതിയിലുള്ള അന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് വള്ളിയൂർക്കാവ് മാത്രമാണ്, ചന്ത മാത്രമാണ് ഒരു വിനിമയത്തിനുള്ള വേദി എന്നാണ് നമ്മൾ വിചാരിച്ചത്. പിന്നീട് നമ്മൾ സർവേ നടത്തിയപ്പോൾ അത്തരമൊരു സാധ്യതകളിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകേണ്ടൊരു ഭൗതിക സാഹചര്യമാണ് നിലവിലുള്ളത്. ചന്ത തുടങ്ങാനാവശ്യമായ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ പൂർത്തിയാക്കുകയാണ് ലേലത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കെട്ടിട നമ്പർ ലഭിക്കാനുള്ള നടപടികൾ ചെയ്ത് തീർക്കേണ്ടത് ടൂറിസം വകുപ്പും കരാറുകാരനുമാണ്. നിർമ്മിച്ചതായി രേഖയിൽ കാണിച്ച മഴവെള്ള സംഭരണിയും അംഗപരിമിതർക്കുള്ള സംവിധാനങ്ങളും മാലിന്യ സംസ്കരണ പ്ലാന്റും പൂർത്തിയാക്കാൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവയുടെ നിർമ്മാണം മഴക്കാലത്തിന് മുൻപ് പൂർത്തിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്.
ഇതിനു പുറമെ മഴക്കാലത്ത് വെള്ളമുയരുമ്പോൾ ഏത് രീതിയിൽ ചന്ത നടത്തുമെന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. വള്ളിയൂർക്കാവ് ഉത്സവ സമയത്ത് സ്ഥാപനങ്ങൾ തിരികെ നൽകേണ്ടി വരുന്നതും ലേലം കൊള്ളുന്നവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും. മലനാട് ന്യൂസ്, മാനന്തവാടി. സുൽത്താൻ ബത്തേരി താളൂർ റോഡ് നവീകരണം അവസാന ഘട്ടത്തിൽ. 8 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ 400 മീറ്റർ മാത്രമാണ് ഇനി ടാറിംഗ് പൂർത്തിയാകാനുള്ളൂ. നവീകരണം പൂർത്തിയാകുന്നതോടെ വർഷങ്ങൾ നീണ്ട യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. 2021 നവീകരണ പ്രവൃത്തി ആരംഭിച്ച താളൂർ സുൽത്താൻ ബത്തേരി അന്തർ സംസ്ഥാന പാതയുടെ പ്രവൃത്തിയാണ് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. 38.5 കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് 8 കിലോമീറ്റർ നവീകരണ പ്രവൃത്തി നടത്തുന്നത്. റോഡ് വീതി കൂട്ടിയും ആവശ്യയിടങ്ങളിൽ കലുങ്കുകളും ഡ്രൈനേജ് സംവിധാനം അടക്കം ഒരുക്കിയാണ് നവീകരണം. നിലവിൽ 14 മീറ്റർ വീതിയിലാണ് ടാറിംഗ് നടത്തുന്നത്. 8 കിലോമീറ്റർ ദൂരം നവീകരിക്കാൻ 5 വർഷത്തോളമാണ് വേണ്ടിവന്നത്. ആദ്യം നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരന്റെ മെല്ലെപ്പോക്ക് ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കൂടാതെ ഇതുവഴിയുള്ള യാത്രാ ദുരിതവും നാട്ടുകാരെ വലച്ചു. ഇതിന് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. എന്തായാലും ഇപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് പ്രദേശവാസികളുള്ളത്. ഞങ്ങൾ ഈ റോഡ് പണി പൂർത്തിയാകാൻ പോവുകയാണ്. ഏതാണ്ട് മെയ് 30-നുള്ളിൽ പണി പൂർത്തീകരിക്കുമെന്നാണ് കരാറുകാർ പറയുന്നത്. ഒരു ചെറിയ ദൂരം, ഏതാണ്ട് 300-400 മീറ്റർ ദൂരം കൂടി ഈ പണി പൂർത്തീകരിക്കാനുള്ളൂ. ഈ മാസം അവസാനത്തോടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് കരാറുകാരൻ. റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ നാട്ടുകാരുടെ ഏറെക്കാലത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകും. മലനാട് ന്യൂസ്, ബത്തേരി. വാർത്തകളുമായി തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ല ആഗ്രഹിക്കുക. സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്. നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. പല വേഗത്തിൽ അടിപൊളി തുടി മേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. കേരളത്തിലെ പ്രധാന വികസന പദ്ധതികളിലൊന്നും കേന്ദ്രത്തിന്റെ ഒരു പങ്കാളിത്തവുമില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ആരോപിച്ചു. കൽപ്പറ്റയിൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് പോലും നയാ പൈസ നൽകാത്ത സർക്കാരാണ് കേന്ദ്രത്തിലുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 59ാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SR മോഹനചന്ദ്രൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. സംസ്ഥാനത്തെ 15 സംഘടനാ ജില്ലകളിൽ നിന്നുള്ള 750 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന കൗൺസിലിനും തെരഞ്ഞെടുപ്പിനും ശേഷം നടന്ന യാത്രയയപ്പ് സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രധാന വികസന പദ്ധതികളിലൊന്നും കേന്ദ്രത്തിന് ഒരു പങ്കാളിത്തവുമില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം ഇതിന് ഉദാഹരണമാണ്. സംസ്ഥാന സർക്കാരാണ് ഭൂരിഭാഗം തുകയും ചെലവഴിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ലയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന് പറയുന്നത് വായ്പിക പലിശ സഹിതം തിരിച്ചു കൊടുക്കണം. ഇന്ത്യയിൽ 71 പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുത്തിട്ടുണ്ട്. സമാന രീതിയിൽ 70
പലിശയില്ലാതെ തിരിച്ചു കൊടുക്കാത്ത തുകയാണ്. വിഴിഞ്ഞത്തിന് മാത്രം തിരിച്ചു കൊടുക്കണം പലിശ സഹിതം. ഇതാണ് കേന്ദ്രം. എന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യിച്ചു. ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴെങ്കിലും കുറച്ച് പൈസ പ്രഖ്യാപിക്കുന്നുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ടും ₹1 സഹായം പോലും കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നാളെ രാവിലെ 9:30 നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് യു വാസുകി ഉദ്ഘാടനം ചെയ്യും. നാളെ വൈകിട്ടോടെ സമ്മേളനം സമാപിക്കും. മലനാട് ന്യൂസ്, കൽപ്പറ്റ. റോഡുകളുടെ നവീകരണത്തിന് വനംവകുപ്പ് അനുമതി നൽകാത്തത് പ്രതിഷേധത്തിന് കാരണമാകുന്നു. നൂൽപ്പുഴ പഞ്ചായത്തിലെ 9 റോഡുകളുടെ നവീകരണത്തിനുള്ള അനുമതിയാണ് വനംവകുപ്പ് നൽകാത്തത്. ഇതോടെ 2024-25 വർഷത്തിൽ വകയിരുത്തിയ ഫണ്ട് ലാപ്സ് ആകുന്നതിലേക്ക് നീങ്ങുകയാണ്. ഗോത്രജനതയുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന നടപടിയിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി നാട്ടുകാർ. നൂൽപ്പുഴ പഞ്ചായത്തിലെ 9 ഉന്നതികളിലേക്കുള്ള റോഡുകളുടെ നവീകരണത്തിനുള്ള അനുമതി വനംവകുപ്പ് നൽകാത്തതാണ് പ്രതിഷേധത്തിന് കാരണമാകുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗോത്രജനത വസിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് നൂൽപ്പുഴ. പഞ്ചായത്തിലെ കാളിച്ചിറ ഉന്നതി റോഡ്, ഓടപ്പള്ളം കുറുമ ഉന്നതി, അളിപ്പുറം മന്മഥൻപാളി, പണപ്പാടി, ഇല്ലിച്ചുവട്, പിലാക്കാവ്, അളിപ്പുറം, ചാടകപ്പുര, കാളകണ്ടി, നായിക്ക നഗർ, ആനക്യാമ്പ്, കോട്ടൂർ, കായപ്പുര എന്നീ ഉന്നതികളിലേക്കുള്ള റോഡുകളുടെ നവീകരണത്തിനാണ് ഇതുവരെ വനാവകാശം ലഭിക്കാത്തത്. ഈ റോഡുകളുടെ നവീകരണത്തിനായി 2024-25 സാമ്പത്തിക വർഷം 65 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. വനംവകുപ്പ് അനുമതി നൽകാത്തതിനാൽ തുക ലാപ്സാകുന്ന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. സമൂഹത്തിലെ താഴേക്കടയിൽ കിടക്കുന്ന ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യം എന്ന സ്വപ്നം, അതായത് ഒരു റോഡെന്ന സ്വപ്നം അവർക്ക് സഫലമാക്കാൻ വേണ്ടി നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡുകൾക്കെല്ലാം തന്നെ, പ്രവൃത്തികൾക്കെല്ലാം തന്നെ വനാവകാശം ലഭ്യമാക്കുന്നതിനുള്ള നടപടി ബന്ധപ്പെട്ട അധികാരിയിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മുമ്പ് വനാവകാശമുണ്ടായിരുന്ന റോഡുകൾ കൂടിയാണ് ഇവർ തുടർ അനുമതിക്കായി വനംവകുപ്പിനെ സമീപിച്ചപ്പോൾ വനംവകുപ്പിന്റെ പരിവേഷ് പോർട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത്. ഇതുപ്രകാരം രജിസ്റ്റർ ചെയ്ത വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ റോഡുകൾ പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ ഇതുവരെ അനുമതി നൽകാൻ തയ്യാറായിട്ടില്ല. ഗോത്രജന വിഭാഗങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും വനംവകുപ്പിന്റെ കടുംപിടുത്തം കാരണം ഇല്ലാതാവുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. മലനാട് ന്യൂസ്, ബത്തേരി. പെരിക്കല്ലൂർ 3 പാലത്ത് വ്യാപകമായി കാട്ടാന നെൽകൃഷി നശിപ്പിച്ചു. കർണാടക വനത്തിൽ നിന്നിറങ്ങുന്ന കാട്ടാനകളാണ് കബനി നദി കടന്ന് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത്. കബനിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കർണാടക വനത്തിൽ നിന്നും ഇറങ്ങുന്ന കാട്ടാനകൾ കഴിഞ്ഞ ദിവസം വ്യാപകമായ കൃഷിനാശമാണ് കബനി തീരത്തോട് ചേർന്നുള്ള പാടശേഖരത്തിൽ ഉണ്ടാക്കിയത്. നിരവധി കർഷകരുടെ നെൽകൃഷി ആന നശിപ്പിച്ചു. രാത്രികാലങ്ങളിൽ ആളുകൾ കാവലിരുന്നാണ് ഇപ്പോൾ കൃഷി സംരക്ഷിച്ചു പോരുന്നത്. നഞ്ച കൃഷിക്കും ഇത് തന്നെ സ്ഥിതി, പുഞ്ച കൃഷിക്കും ഇത് തന്നെ സ്ഥിതി. കാവല് കടന്ന് മടുത്ത് ഞങ്ങൾ. ഫെൻസിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫെൻസിങ് ഇപ്പം ഫോറസ്റ്റുമാരും അവരും വന്ന് പരമാവധി നോക്കുന്നുണ്ട്, വാച്ചർമാരാണെങ്കിലും പരമാവധി വന്ന് നോക്കുന്നുണ്ട്. പിന്നെ അത് ഏതൊക്കെ സമയത്ത് വന്നതാണ് ഫെൻസിങ് പൊളിച്ച് ഇത് കാലെല്ലാം പൊളിച്ച് തകർത്ത് കയറി വരുന്നത്. 60 ഏക്കറോളം പാടശേഖരമാണ് ഇവിടെയുള്ളത്. നെൽകൃഷി ആരംഭിക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള കാലയളവിൽ വന്യജീവികളുടെ ശല്യം രൂക്ഷമാണെന്ന് കർഷകർ പറയുന്നു. കർണാടകയിൽ നിന്നുള്ള ആനകൾ വരുത്തുന്ന കൃഷിനാശത്തിന് നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല. ആനശല്യം രൂക്ഷമായതോടെ നെല്ല് അധികം മൂപ്പെത്താതെ നേരത്തെ കൊയ്തെടുക്കാനുള്ള നീക്കത്തിലാണ് കർഷകരും. പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം കാട്ടാനകൾ തകർക്കുന്നതും പതിവായിരിക്കുന്നു. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരില്ലെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് സ്പോൺസർ കമ്പനിയുടെ വിശദീകരണം. നിലവിൽ എഗ്രിമെന്റ് പൂർത്തീകരിച്ച് മുന്നോട്ടു പോവുകയാണ്. മത്സരത്തിന്റെ ടൈം ഷെഡ്യൂൾ ലഭിച്ചാൽ കെട്ടിവെക്കാനുള്ള പണമടയ്ക്കും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കാനാണ് ചിലർ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതെന്ന് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു. മെസ്സിയും അർജന്റീനയും കേരളത്തിൽ കളിക്കാനെത്തില്ലെന്ന വാർത്ത പ്രചരിച്ചതോടെയാണ് സ്പോൺസർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വിശദീകരണവുമായി രംഗത്ത് വന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള കരാറുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മത്സര തീയതി ഉൾപ്പെടെ ഔദ്യോഗികമായി അറിയിക്കുന്നതോടെ പണം അടയ്ക്കും. മെസ്സിയോ അർജന്റീനയോ കേരളത്തിലേക്ക് വരില്ല എന്ന് ഔദ്യോഗികമായി ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല.
അർജന്റീന ടീം വരാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക, അതിന് വരാൻ വേണ്ടിയിട്ടുള്ള പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യും. അതിനകത്ത് നിങ്ങൾ റിപ്പോർട്ടർ TV, ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി എന്നൊന്നുമില്ല. ഇതെന്താണ്, അവർ കേരളത്തിലേക്കാണ് വരുന്നത്. കേരളത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നിങ്ങളും അതാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ റിപ്പോർട്ടർ TVക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ വളരെ ഈസിയാണ്. അത് ഇല്ലാതാക്കി കേരളത്തിലെ ജനങ്ങൾ. പിന്നെ ഈ വാർത്തകളൊന്നും അവരറിയില്ല എന്ന് വിചാരിക്കേണ്ട, അവർക്കറിയാം, കേരളത്തെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. അപ്പം റിപ്പോർട്ടർ TV പണം അടച്ചില്ല എന്ന് പറയുന്നതിനല്ല, ആ അടയ്ക്കുന്നതിനൊരു ക്രൈറ്റീരിയ. ഞാൻ നാളെ രാവിലെ ബാഗിൽ കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞാൽ അവർ അടയ്ക്കില്ല, കാരണം അവർക്ക് രേഖകളുണ്ട്. അപ്പോൾ ആ രേഖകൾ മുഴുവൻ റെഡിയാക്കി ഇപ്പം നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അനുമതിക്ക് വേണ്ടി AFIക്ക് കൊടുത്തിട്ടുണ്ട്, ഗവൺമെൻറ്റിനല്ല AFIക്ക് കൊടുത്തിട്ടുണ്ട്. AFI അതിനെ തീരുമാനമെടുത്ത് നമ്മളെ അറിയിക്കും. എഗ്രിമെന്റ് വ്യവസ്ഥകൾ പൂർത്തിയാക്കി വരുന്നു. സ്റ്റേഡിയം, ഹോട്ടൽ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കണം. അത് സർക്കാരാണ് ചെയ്യേണ്ടത്. അവരത് ഒരുക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് കായിക വകുപ്പ് മന്ത്രിയും വിഷയത്തിൽ നല്ല താൽപര്യം കാണിക്കുന്നുണ്ട്. ഷെഡ്യൂൾ തന്നാൽ മാത്രമേ പണമടയ്ക്കാൻ പറ്റൂ എന്നും മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു. നിലവാരമുള്ള സ്റ്റേഡിയം വേണം, അതില്ല എന്നത് പ്രശ്നമാണ്. എങ്കിലും തികഞ്ഞ പ്രതീക്ഷയിലാണ്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ മറ്റു താൽപര്യങ്ങളാണെന്നും ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ഒരു ഇടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. വീണ്ടും വാർത്തകളിലേക്ക്. മുട്ടിൽ പഞ്ചായത്തിലെ ശുചിമുറി അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. വെള്ളമില്ലാത്തതാണ് കാരണം. പ്രാഥമിക ആവശ്യങ്ങൾക്കായി ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരും കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ബുദ്ധിമുട്ടുന്നു. നന്നാക്കാൻ പഞ്ചായത്ത് അധികൃതർ ശ്രമിക്കുന്നുമില്ല. മുട്ടിൽ പഞ്ചായത്തിലെ ശൗചാലയം അടഞ്ഞുകിടക്കുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണ്. നിരവധി യാത്രക്കാരും സ്ത്രീകളും കുട്ടികളുമടക്കം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഷോപ്പുകളിൽ നിരവധി സ്ത്രീകളാണ് ജോലിക്ക് നിൽക്കുന്നത്. ഇവർ രാവിലെ 8 മണിക്ക് ഷോപ്പിലെത്തിയാൽ വൈകിട്ട് 7 മണിവരെ ജോലി ചെയ്യുന്നുണ്ട്. ഇവരാണ് ഏറെയും ബുദ്ധിമുട്ടുന്നത്. വെള്ളമില്ലാത്തതിനാൽ ജനകീയ ഹോട്ടലും അടച്ചിട്ടിരിക്കുകയാണ്. ഹോട്ടലിൽ ഇവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങളപ്പോൾ അവിടെ ഓഫീസിൽ തന്നെ 3-4 ലേഡീസ് സ്റ്റാഫ് ഉണ്ട്, ജെൻസ് ഒരുപാടുണ്ട്. നമുക്കിപ്പോൾ 2-3 ദിവസമായി വെള്ളമില്ലാത്തൊരു അവസ്ഥയാണ്. ടോയ്ലറ്റിലേക്ക് പോകാനോ അതിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വൈകുന്നേരം വരെ നമ്മൾ ഓഫീസിലിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അഥവാ ഇപ്പോൾ ഈ പഞ്ചായത്തിൽ തന്നെ നമുക്ക് വെള്ളം വരുന്നത് ഫുള്ളും മലിനജലമാണ് വരുന്നത്. മഞ്ഞയാണ് കളറ് വെള്ളത്തിൻ്റെ. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മൾ 2-3 ദിവസമായിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരു ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കൈ കഴുകാനോ അതിനൊക്കെ ബുദ്ധിമുട്ടാണ്. വെള്ളമുള്ളപ്പോൾ പൈപ്പുകളിലൂടെ മലിനജലമാണ് അധിക സമയം വരുന്നത്. ലക്ഷങ്ങൾ മുടക്കി വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതുകൂടാതെ യാത്രക്കാരുടെ ദാഹശമനം തീർക്കാനായി ബസ് സ്റ്റാൻഡിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച വാട്ടർ ATM ഉദ്ഘാടനം കഴിഞ്ഞ 2 ദിവസം പ്രവർത്തിച്ചുവെങ്കിലും പിന്നീട് ഇതും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. മലനാട് ന്യൂസ്, മുട്ടിൽ. മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ ശുചിമുറി അടച്ചിട്ടതിൽ നാട്ടുകാരും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരും പ്രതിഷേധിക്കുന്നു. ജനശബ്ദത്തിലൂടെ. മുട്ടിൽ പഞ്ചായത്തിലെ ബാത്റൂമാണ് കാണുന്നത്. 3 ദിവസമായി ഇന്നത്തേക്ക് ഒരു തുള്ളി വെള്ളമില്ല, നാറിയിട്ട് അങ്ങോട്ട് പോകാനും കഴിയുന്നില്ല. ഈ കാണുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലെ, ഈ കാണുന്ന ബസ് സ്റ്റാൻഡിലെ, ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ബാത്റൂമാണ് 3 ദിവസമായിട്ട് ഉപയോഗശൂന്യമായിട്ട് അവിടെ കിടക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ പഞ്ചായത്ത് എന്ത് ജനവിരുദ്ധമായ നടപടിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഒന്നത്. 2, ഇവിടെ ഒരു ATM സ്ഥാപിച്ചിട്ട് ദിവസങ്ങൾ 1-2 ദിവസം അത് വർക്ക് ചെയ്യുള്ളൂ. ഇന്ന് വരെ പിന്നെ അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. മുട്ടിൽ പഞ്ചായത്തിൽ ഒരു 3 ദിവസമായിട്ട് വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആണിത്. സ്ത്രീകളും യാത്രക്കാരും അങ്ങനെ ഒരുപാട് പേര് വെള്ളമില്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇത് നമ്മുടെ ഓഫീസിൽ തന്നെ 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടോയ്ലറ്റിൽ പോകാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടം തന്നെയാണ്. രാവിലെ 10 മണിക്ക് ഞങ്ങളുടെ ഓഫീസിലെത്തി 6 മണിക്കും ഒക്കെ വീട്ടിലെത്തുന്ന ആൾക്കാരാണ്.
നമുക്ക് ഇതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. അതുമാതിരി യാത്രക്കാരായാലും ഇവിടെ ഓഫീസിൽ ഓരോ ആപ്ലിക്കേഷൻ തരാൻ വേണ്ടി വരുന്നവരായാലും എല്ലാവർക്കും ഈ ഒരു അവസ്ഥ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുഴുവൻ ഷോപ്പുകളിലും വനിതകളാണ് ജോലി ചെയ്യുന്നത്. 3 ദിവസമായിട്ട് ടോയ്ലറ്റ് ആവശ്യം നിറവേറ്റാൻ വളരെ ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തെ സ്ത്രീകൾ. അതേപോലെ തന്നെ ജനകീയ ഹോട്ടൽ അടച്ചിട്ടിരിക്കുകയാണ്. നിരവധി തവണ ഇവിടുത്തെ മോട്ടർ മാറ്റിവെക്കുകയും നന്നാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ബാത്റൂമിന് സൗകര്യമില്ല, വെള്ളമില്ലാത്തതിനാൽ യാത്രക്കാർ നിരവധിയായ ക്ലേശങ്ങൾ അനുഭവിക്കുകയാണ്. ഞങ്ങൾ നിരവധി കച്ചവടക്കാർ ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ വരുന്നുണ്ട്. ഇവർക്കൊന്നും ബാത്റൂമിൽ പോകാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്നില്ല. ദിവസങ്ങളായി സ്ത്രീകളും കുട്ടികളും ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. ഞങ്ങൾ അടുത്തുള്ള ബിൽഡിങ്ങുകളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത്. അധികൃതർ ഇതിനുവേണ്ടി എത്രയും പെട്ടെന്ന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് ശക്തമായ ഭാഷയിൽ തന്നെ ഞങ്ങൾ സംസാരിക്കുകയാണ്. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി കൂടൽക്കടവ്. പുഴയുടെയും വനത്തിന്റെയും ഭംഗി ആസ്വദിക്കാനായി ഒട്ടേറെ ആളുകളാണ് ഇതര സംസ്ഥാനത്തു നിന്നുൾപ്പെടെ എത്തുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നു. അവധി ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം അനേകം വിനോദസഞ്ചാരികളാണ് കൂടൽക്കടവ് സന്ദർശിക്കാനായി എത്തുന്നത്. കുറുവ ദ്വീപിന്റെ വശ്യമനോഹാരിതയ്ക്കൊപ്പം തടയണയിൽ നീന്തി തുടിക്കുന്നതും താഴേക്ക് ശക്തിയായി പതിക്കുന്ന വെള്ളത്തിനടിയിലെ കുളിയുമെല്ലാം കൂടൽക്കടവിനെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കി മാറ്റുന്നുണ്ട്. അതേസമയം സഞ്ചാരികളുടെ ഒഴുക്ക് നാൾക്കുനാൾ വർദ്ധിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ അധികൃതർ നിസ്സംഗത പുലർത്തുന്നതായി ആരോപണമുയരുന്നുണ്ട്. ഈ കൂടൽക്കടവൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ, നമുക്ക് ഫുള്ളായിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസാണ്. കുറച്ച് ഡേഞ്ചറാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് നമ്മളായിട്ട് കുറച്ച് സേഫ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കുറച്ച് കുടുംബമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം. ഇവിടേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി തീർന്നിട്ടുണ്ട്. തടയണയിൽ അപകട മരണങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ജാഗ്രതാ മുന്നറിയിപ്പ് ബോർഡ് മാത്രമാണ് അടുത്തിടെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. കാട്ടാന ശല്യത്തിന് പരിഹാരമായി സ്ഥാപിച്ച റോപ്പ് ഫെൻസിംഗിനിടയിലൂടെ സന്ദർശകർ പുഴയിലേക്ക് ഇറങ്ങുന്നതും അപകടം വിളിച്ചു വരുത്തും. സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി കൂടൽക്കടവിനെ മാറ്റാമെന്നാണ് സന്ദർശകരുടെ അഭിപ്രായം. ജീവനക്കാരെ നിയമിച്ച് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, മാനന്തവാടി. ഇനി ബിസിനസ് മലനാട്. കണ്ണൂർ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിൽ സന്ദർശകർക്കായി പുതിയ ലാൻഡ് റൈഡ് ആരംഭിച്ചു. ഹിമാചൽ ബുൾ റൈഡാണ് പുതുതായി സ്ഥാപിച്ചത്. യുവാക്കൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഈ സെമി അഡ്വഞ്ചർ റൈഡിന്റെ ഉദ്ഘാടനം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ചെയർമാൻ PV ഗോപിനാഥ് നിർവഹിച്ചു. കാളയുടെ സ്വഭാവത്തിൽ കുതറിച്ചലിക്കുന്ന ഈ റൈഡിൽ സന്ദർശകർ തെറിച്ചു വീഴാതെ പിടിച്ചിരിക്കുക എന്നതാണ് പ്രവർത്തന രീതി. കാളയുടെ മുകളിൽ നിന്നും വീഴുന്നവർ വളരെ സുരക്ഷിതമായി പ്രത്യേകം സജ്ജമാക്കിയ സേഫ്റ്റി പില്ലോയിലാണ് വീഴുക. 2 മാസത്തിനുള്ളിൽ സന്ദർശകർക്ക് ഏറെ ഇഷ്ടമുള്ളതും ആകർഷകവുമായ 3 റൈഡുകളാണ് പാർക്കിൽ പുതുതായി ഒരുക്കിയത്. കുടുംബത്തിനും കൂട്ടുകാർക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒട്ടനവധി ലാൻഡ് റൈഡുകളും വാട്ടർ റൈഡുകളും വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ പ്രത്യേകതയാണ്. ഏറ്റവും ശുദ്ധമായ വെള്ളം ഉപയോഗിക്കുന്ന വാട്ടർ റൈഡുകൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരമുള്ള സുരക്ഷ ഉറപ്പാക്കുന്നവയാണ് ഈ റൈഡുകൾ ഓരോന്നും. സമ്മർ വെക്കേഷന്റെ ഭാഗമായി കുട്ടികൾക്കും അവരോടൊപ്പം മുതിർന്നവർക്കും മനസ്സ് നിറയെ ആസ്വദിക്കാനും സന്തോഷിക്കാനും വേണ്ടി നിരവധി സ്പെഷ്യൽ ഇവന്റുകളും ഫൺ ഷോകളും സന്ദർശകർക്കായി സംഘടിപ്പിക്കുന്നുണ്ട്. 17 വർഷം പൂർത്തിയാവുകയാണ്. നല്ല നിലയിൽ തന്നെയാണ് പാർക്ക് സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ വിനോദ സഞ്ചാര കേന്ദ്രമാണ് വിസ്മയ. കൂടാതെ പ്രത്യേക ഗ്രൂപ്പ് ഓഫറുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലനാട് ന്യൂസ്. ഇന്നത്തെ കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 410, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 233, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 675, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 670, നേന്ത്രക്കായ കിലോയ്ക്ക് 32, ഇഞ്ചി ചാക്കിന് 1300, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 182, സ്വർണം പവന് 69,760, വെള്ളി ഗ്രാമിന് 108 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കള്ളാടിയിൽ റിസോർട്ടിലെ ഹട്ട് തകർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. 16 പേരുണ്ടായിരുന്ന സംഘത്തിൽ തങ്ങളുടെ മകൾ മാത്രം എങ്ങനെ മരിച്ചുവെന്ന് കുടുംബം. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മരിച്ച നിലമ്പൂർ അകമ്പാടം സ്വദേശിനി നിഷ്മയുടെ മാതാപിതാക്കൾ. കൊളവയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കോടതി ഉത്തരവിനെ തുടർന്ന് ട്രയൽ റൺ നടത്താനെത്തിയ പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. വർഷങ്ങളായി തങ്ങൾക്ക് ദുരിതമാകുന്ന പ്ലാന്റിൽ ട്രയൽ റൺ നടത്തേണ്ട ആവശ്യമില്ലെന്ന് ജനകീയ സമിതി. കോടതി ഉത്തരവ് നടപ്പാക്കി പോലീസ്. ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതി മാതൃകാ വീടിന്റെ കോൺക്രീറ്റ് പൂർത്തീകരിച്ചു. പ്രധാന ഘട്ടം പൂർത്തീകരിച്ചത് 1 മാസം കൊണ്ട്. 140 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾക്കും തുടക്കമായി. ഡിസംബറിനകം മുഴുവൻ വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. വള്ളിയൂർക്കാവ് ചന്ത മുറികളുടെ ലേലം നടപടികൾ ആരംഭിച്ചു. കെട്ടിടങ്ങളുടെ പരസ്യലേലം ഈ മാസം 27-ന് ക്ഷേത്രം ഓഫീസിൽ. ലേലം നടക്കുക ഉത്സവം നടക്കുന്ന മാർച്ച് മാസത്തിൽ കെട്ടിടങ്ങൾ ദേവസ്വത്തിന് തന്നെ നൽകണമെന്ന വ്യവസ്ഥയോടെ. ബത്തേരി താളൂർ റോഡ് നവീകരണം അവസാന ഘട്ടത്തിൽ. ഇനി ടാറിംഗ് പൂർത്തിയാകാനുള്ളത് 8 കിലോമീറ്റർ റോഡിന്റെ 400 മീറ്റർ മാത്രം. നവീകരണം പൂർത്തിയാകുന്നതോടെ വർഷങ്ങൾ നീണ്ട യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ റാണി വർഗീസ് ചേരും. നമസ്കാരം.